നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഗ്ലൂബയാണ്. ഇതൊരു അറബിക് ഡിഷാണ്. ഇത് ഇമാറാത്തി മോഡൽ മഗ്ലൂബ കേട്ടോ. നിങ്ങൾ പല മഗ്ലൂബും കണ്ടിട്ടുണ്ടാവും. ഇത് ഇമാറാത്തി മോഡലാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിന് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു കോഴി എടുത്തിട്ടുണ്ട്. 1 കിലോ തൂക്കം വരുന്ന ഒരു കോഴി 4 പീസാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാം, മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അരി എടുക്കുന്നുണ്ട്. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്: ഒരു വഴുതനങ്ങ, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു കൂസറ മലയാളം പേരെന്താണെന്ന് അറിയില്ല. അതുപോലെ ഉരുളൻകിഴങ്ങ്, തക്കാളി, സവാള. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യുക. റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ട് കട്ട് ചെയ്യാം, നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ കൂസയും ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ റൗണ്ടിലാണ്. അതുപോലെ നമ്മൾ സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം, കുറച്ച് വലിയ പീസാക്കിയിട്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ബട്ടറാണ്. ഞാൻ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ ലൂപാർക്കിൻ്റെ ബട്ടറാണ്. പിന്നെ ആവശ്യമുള്ള മസാലകൾ എന്താ നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഗ്ലൂബക്ക് മസാല വളരെ കുറവാണ്. നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയും കറാമ്പട്ട പൊടിച്ചതും ഉപ്പും മാത്രമാണ്. വേറെ ഒന്നും ഇതിനും ഉപയോഗിക്കുന്നില്ല. ഇനി മസാല തേച്ച കോഴിയും കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കി എണ്ണ ചൂടായ ശേഷം ആദ്യം നമ്മൾ പൊരിക്കുന്നത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. 2 സൈഡും പൊരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിരുന്നു വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇനി അടുത്തത് പൊരിക്കേണ്ടത് വഴുതനങ്ങയാണ്. വഴുതനങ്ങയും 2 സൈഡ് പൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ക്യാരറ്റ് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കൂസ പൊരിച്ചെടുക്കാം. ഓരോന്നിട്ട് കൊടുത്തിട്ട് കൂസ പൊരിച്ചെടുക്കാം. ഇനി പൊരിക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു സ്റ്റിക്കിൽ കോർത്തിട്ട് വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ. ക്യാപ്സിക്കത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ എണ്ണ പൊട്ടിയിട്ട് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ കൊണ്ട് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് ടൊമാറ്റോ പൊരിച്ചെടുക്കാം. ടൊമാറ്റോ ഇങ്ങനെ തന്നെയാണ് സ്റ്റിക്കിൽ കോർത്തിട്ട് തന്നെയാണ് ഇടേണ്ടത്. കൈക്ക് സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത്. ഇനി അവസാനമായി ഈ എണ്ണയിൽ തന്നെ നമുക്ക് കോഴി പൊരിച്ചെടുക്കാം. ഈ കോഴി അവസാനം പൊരിക്കാൻ കാരണം ഈ വെജിറ്റബിൾസൊക്കെ പൊരിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ എണ്ണയിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്ലേവർ കോഴിയിൽ പിടിക്കാൻ വേണ്ടിയാണ് കോഴി ലാസ്റ്റ് പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞു. വെജിറ്റബിൾസും കോഴിയെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി എങ്ങനെയാണ് മിക്സ് ചെയ്ത് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ച കോഴിയും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പോകുന്ന വാടിയിട്ടുണ്ട്. ഇനി ആദ്യം ചേർക്കുന്നത് നമ്മൾ കോഴിയാണ്. കോഴി ഇങ്ങനെ ഓരോന്ന് അടക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ ഓരോ നുള്ള് കുരുമുളക് പൊടി, കറാമ്പട്ട പൊടിച്ചത്, ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പൊരിച്ച് വെച്ച പൊട്ടോട്ടോ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടോട്ടോയുടെ മേലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കുരുമുളക് പൊടി, കരാമ്പട്ട പൊടിച്ചത്, ഉപ്പും ചേർത്ത് കൊടുക്കാം.
ഇനി ചേർത്ത് കൊടുക്കുക വഴുതനങ്ങയാണ്. വഴുതനങ്ങ വെച്ച ശേഷം ഒരു നുള്ള് കുരുമുളക് പൊടി, കറാമ്പട്ട പൊടിച്ചതും ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ക്യാരറ്റ്, കൂസ, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അവസാനമായി തക്കാളി പൊരിച്ചത് ചേർത്ത് കൊടുക്കുക. തക്കാളി എല്ലാം വച്ച ശേഷം വീണ്ടും അല്പം കുരുമുളക് പൊടിച്ചത്, കരാമ്പട്ട പൊടിച്ചത്, ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം വെച്ച് അതിൽ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ഒരു 4 ഏലക്കായ, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 3 കഷ്ണം പട്ട, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂറോളം കുതിർത്തി വെച്ച അരിയാണ്. അപ്പോൾ അരി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരി ഊറ്റിയെടുക്കാം. ഇനി ഊറ്റിയെടുത്ത അരി ഓരോ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മേലെ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്പം കുരുമുളക് പൊടിയും കരാമ്പട്ട പൊടിച്ചും മാത്രം ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കരുത്. ഉപ്പ് ചോറിൽ നമ്മൾ ഇട്ടതാണ് ഓൾറെഡി. ഇനി അടുത്ത ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ബാക്കി റൈസ് ഇട്ട് കൊടുത്ത ശേഷം മൂടി വെച്ച് ഒരു 10 to 15 മിനിറ്റ് വളരെ ചെറിയ തീയിൽ ദമ്മിടുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ ദമ്മ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മഗ്ലൂബ റെഡിയായി. ഇനി മഗ്ലൂബ നമ്മൾ സെർവ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ബിരിയാണി എടുക്കുന്ന പോലെ കോരി എടുക്കരുത് കയ്യിൽ ഉപയോഗിച്ചിട്ട്. ഇതുപോലെ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ വീഡിയോ കാണുന്ന പോലെ മറിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ചെമ്പ്. ഇനി 2-3 മിനിറ്റ് ഈ ചെമ്പ് ഇങ്ങനെ തന്നെ വെക്കണം. കാരണം അതിൻ്റെ അടിയിലുള്ള ആ ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ റൈസിലേക്ക് ഇറങ്ങിയിട്ട് വരാൻ വേണ്ടിയാണത്. ഇതുപോലെയാണ് ഇമറാത്തി മഗ്ലൂബ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്